ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനജീവിതത്തിന് ആഘാതമേൽപ്പിച്ച് വീണ്ടും ഇന്ധനവില വർധന. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസൽ ലിറ്ററിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വില കൂട്ടുന്നത് 4ാം തവണ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താൻ VIP ദർശനം നടത്തിയെന്ന പ്രചരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. തന്റെ കൂടെ ഉണ്ടായത് 4 പേർ മാത്രമാണെന്നും മുഖ്യമന്ത്രി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ റിപ്പോർട്ട് തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകാൻ DGPക്ക് നിർദ്ദേശം. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. കഴിഞ്ഞ ദിവസം തകർന്ന കലുങ്കിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങി. ഒരാഴ്ചയ്ക്കകം ഗതാഗതം പുനഃസ്ഥാപിക്കും. പാവർട്ടിയിൽ അതിഥി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് മിനിമം കൂലി നിശ്ചയിച്ചു. നിർമ്മാണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് 1100 രൂപയും ഹെൽപ്പർക്ക് 950 രൂപയുമാണ് നൽകാൻ ധാരണ. പൊളിച്ചിട്ട റോഡ് കട്ട വിരിക്കാതെ അധികൃതരുടെ അനാസ്ഥ. ആലേങ്ങാട് ഭരത ചെമ്പങ്കണ്ടം റോഡിൽ യാത്രാ ദുരിതം. മഴ പെയ്ത് റോഡ് വെള്ളക്കെട്ടിലായി. വാർത്തകളിലേക്ക് വിശദമായി. ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസൽ ലിറ്ററിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ വില കൂട്ടുന്നത് 4ാം തവണയാണ്. രാജ്യാന്തര വിപണിയിലെ വില വ്യതിയാനങ്ങളും പശ്ചിമേഷ്യൻ സംഘർഷവുമാണ് ഇന്ധനവില ഉയരാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന വില വർധനവ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും പൊതുഗതാഗത ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിനും കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് പൊതുജനം. കത്തിക്കയറുന്ന ഇന്ധനവിലയിൽ ജനരോഷം രൂക്ഷം. പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണത്. നമുക്ക് ഇപ്പോഴത്തെ പഴയ ഇതിൽ തന്നെയല്ലേ ചാർജ് തന്നെയല്ലേ ഓടിക്കൊണ്ടിരിക്കണേ. ആളുകൾ അതിൽ കൂട്ടിയൊന്നും തരുമൊന്നുമില്ലല്ലോ. നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് മെച്ചമൊന്നും ഉണ്ടാവില്ല. ഇതിൽ പോയി കഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ അതാണ് അവസ്ഥ ഇപ്പോഴത്തെ. പെട്രോളിന് വില കൂടുന്നത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 രൂപയ്ക്ക് അടിക്കണവർ ആ ഒരു റേറ്റിന് തന്നെ അടിക്കണുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാലറിയും കൂടുന്നില്ല, ഒരു കാര്യമില്ല, വരുമാനത്തിന് യാതൊരു കൂടുതലുമില്ല. പക്ഷേ ഈ ഇതുപോലെയുള്ള സാധനങ്ങൾക്ക്, അതായത് ഓരോ ദിവസവും നമുക്ക് യൂസ് ചെയ്യേണ്ട സാധനങ്ങൾക്കൊക്കെ വില അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ടുള്ള ആളുകൾ കൂടുതൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. പൈസകൾക്ക് മാത്രമേ ജീവിച്ചാൽ മതി എന്നൊരു മൈൻഡാ. നമ്മൾ മനുഷ്യന്മാരെ നമുക്കും ജീവിക്കണ്ടേ. അതുകൊണ്ട് വില കൂട്ടിയത് ഭയങ്കര നമ്മളെ ഏറ്റവും കൂടുതൽ അടിയിട്ട് നമ്മളെ പാവപ്പെട്ട ആൾക്കാർക്കാണ്. തൃശ്ശൂർ മിക്ക ആൾക്കാരും ഓട്ടോറിക്ഷക്കാർ വാടകയ്ക്കെടുത്തൊക്കെ ഓടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഡീസലിന് വില കൂട്ടുമ്പോൾ അവർക്കും പൈസ കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതൊക്കെ അടിച്ച ശേഷം നമുക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഷ്ടപ്പാടില്ല. അപ്പോൾ യുദ്ധത്തിൻ്റെ ഇതിൽ വരുന്ന ഇതിൻ്റെ ഷോർട്ടേജ് കൊണ്ട് വരുന്ന പ്രശ്നമാണ്, അല്ലാണ്ട് ഇപ്പോൾ മനഃപൂർവ്വം കൂട്ടണതല്ല. കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും അവരും കൂടി സഹകരിച്ചിട്ട് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അല്ലെങ്കിൽ ജനങ്ങൾ ദുരിതത്തിലാവും. ഇതും തന്നെയല്ല, ഈ പെട്രോളിൻ്റെ ഇതിൽ കൂടുന്നതനുസരിച്ച് മറ്റുള്ള എല്ലാ വില കയറ്റവും കയറുകയും ചെയ്യും. ഇന്ധന വില വർധനവിനെതിരെ ആം ആദ്മി പാർട്ടി തൃശൂർ നഗരത്തിൽ ഇരുചക്ര വാഹനങ്ങൾ തള്ളി പ്രതിഷേധ പ്രകടനം നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ആരംഭിച്ച പ്രകടനം ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ആം ആദ്മി പാർട്ടി ജില്ലാ സെക്രട്ടറി ഡോക്ടർ TS ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ പോളി ഗുരുവായൂർ, ബിന്നി പൊന്തേക്കൻ, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ജോർജ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താൻ VIP ദർശനം നടത്തിയെന്ന രീതിയിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും തെറ്റാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തന്റെ ദർശനത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങളെ തടഞ്ഞിട്ടില്ല. കള്ളക്കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. ഞായറാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ VIP ദർശനമില്ല. തനിക്കറിയാം ഇതൊക്കെ വിവാദമാകുമെന്ന്. 1000 രൂപ അടച്ചിട്ടാണ് ദർശനം നടത്തിയത്.
തനിക്കൊപ്പം 4 പേർ മാത്രമാണ് ഉണ്ടായത്. താൻ ഇനി അമ്പലത്തിൽ പോകരുതെന്ന് ആരും പറയരുത്. ആദ്യമായിട്ടല്ല ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുന്നത്. ഉപദേവതകളെ തൊഴാൻ പോയപ്പോൾ ഭക്തരെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞപ്പോൾ അവരെ തടയരുതെന്ന് താനാണ് ആവശ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ ഗുരുവായൂര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂർ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം, 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാമെന്ന് നിൽക്കുക ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഇതൊക്കെ ഉണ്ടാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്ന് ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക്. ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ ഇനി അമ്പലത്തിൽ പോരുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്തി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ. മുഖ്യമന്ത്രി VIP പരിഗണനയോടെയല്ല ദർശനം നടത്തിയതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ക്ഷേത്രത്തിലെ കൃത്യമായ ചട്ടങ്ങളും ഭക്തർക്കുള്ള സൗകര്യങ്ങളും മുൻനിർത്തിയാണ് ദർശനം നടത്തിയതെന്ന് അഡ്മിനിസ്ട്രേറ്റർ വ്യക്തമാക്കി. നെയ്വിളക്ക് ചീട്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ യാതൊരുവിധ വിലക്കും നിലവിലില്ല. പൊതു അവധി ദിവസങ്ങളിൽ രാവിലെ 6 മണി മുതൽ ഉച്ചവരെ പ്രത്യേക ക്യൂ ദർശനം അനുവദിക്കാറില്ല. എന്നാൽ നെയ്വിളക്ക് വഴിപാടിലൂടെ പ്രത്യേക ദർശനം അനുവദിക്കാറുണ്ട്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ 5 പേർക്ക് ഒന്നിച്ചു കയറാൻ സാധിക്കുന്ന 4500 രൂപയുടെ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കുകയായിരുന്നു. ടിക്കറ്റ് താൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. ഈ ഷീട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഗൺമാൻ, കോൺഗ്രസ് പ്രവർത്തകനായ ഗോപാലകൃഷ്ണൻ, പോലീസിന്റെ ലൈസൺ ഓഫീസർ കൃഷ്ണകുമാർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ എന്നിവരടങ്ങുന്ന സംഘം ദർശനം നടത്തിയതെന്നും വിശദീകരണത്തിൽ പറയുന്നു. അതേസമയം മുഖ്യമന്ത്രിയുടെ ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര സന്ദർശന സമയത്ത് നടന്ന നിയമലംഘനവും ആചാരലംഘനവും ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ കൂടെ എത്തിയവർ ഹൈക്കോടതി വിധി ലംഘിച്ചാണ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ ചിത്രീകരണം നടത്തിയത്. തൃപ്രയാർ ക്ഷേത്ര സന്ദർശന സമയത്ത് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് ക്ഷേത്ര ആചാരങ്ങളുടെ ലംഘനമാണ്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന റീൽസ് ചിത്രീകരണത്തിനെതിരെ ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതിയെ സമീപിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് സജിത് നമ്പൂതിരി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഹരി മുള്ളൂർ, CB പ്രദീപ് കുമാർ, സംഘടനാ സെക്രട്ടറി KK മുരളീധരൻ, വർക്കിംഗ് പ്രസിഡന്റ് G ഗിരിധരൻ, മുഖ്യരക്ഷാധികാരി V മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അറിഞ്ഞു, തുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെ സെറ്റ് അല്ലേ? തുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. തുലിപ്സ്, എവറി ബ്യൂട്ടി സൊല്യൂഷൻ അണ്ടർ എ സിംഗിൾ അംബ്രല്ല. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamonds നിന്നും. SJ Gold and Diamonds, SG Tower, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ Gold and Diamonds നിന്നും. SJ Gold and Diamonds, SG Tower, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ റിപ്പോർട്ട് തേടിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകാനാണ് DGPക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. കസ്റ്റഡി മർദ്ദനത്തിനിരയായ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് VS സുജിത്തും നിയമപോരാട്ടത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാവ് വർഗീസും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയും കണ്ട് പരാതി നൽകിയിരുന്നു. സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശശിധരൻ, സന്ദീപ്, ഷുഹൈർ, സജീവൻ എന്നീ പോലീസുകാർക്കെതിരെയാണ് പരാതി. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സുജിത്തിന് ഉറപ്പു നൽകിയിരുന്നു. 2023 സുജിത്ത് കസ്റ്റഡി മർദ്ദനത്തിനിരയായത്. വർഷങ്ങൾ നീണ്ട നിയമപോരാട്ടത്തിനൊടുവിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. നിയമസഭയിൽ വിഷയം ചർച്ചയായതോടെ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുൻ സർക്കാർ നിർബന്ധിതരായി. എന്നാൽ അതിനുശേഷമുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല. ഇതിനിടെ സുജിത്ത് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിനെ തുടർന്ന് 4 പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. തന്നെ കസ്റ്റഡിയിൽ മർദ്ദിച്ച 5 പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാണ് സുജിത്തിന്റെ പ്രധാന ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. മലക്കപ്പാറ റോഡിൽ ആനക്കയത്തിനും അമ്പലപ്പാറയ്ക്കുമിടയിൽ തകർന്ന കലുങ്ക് വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. ഒരാഴ്ചയ്ക്കകം ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് നീക്കം. 8 മാസം മുൻപ് തകർന്ന കുമ്മാട്ടിക്കലുങ്കാണ് ബലപ്പെടുത്തുന്നത്. അടിഭാഗത്ത് തോട്ടിൽ വലിയ പൈപ്പുകൾ സ്ഥാപിച്ച് അതിനു മുകളിൽ കരിങ്കല്ലും മണ്ണും നിറയ്ക്കും. തുടർന്ന് പുറംഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യും. ഇതിന് 7 ദിവസം വേണ്ടിവരുമെന്നാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത്. പഴയ കലുങ്ക് പുതുക്കി നിർമ്മിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. സാധാരണയേക്കാൾ 6 മടങ്ങധികം തുകയ്ക്കുള്ള കൊട്ടേഷനുകൾ ലഭിച്ചതോടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാതെ വന്നു. ബദലായി നിർമ്മിച്ച താൽക്കാലിക പാലമാണ് ഞായറാഴ്ച രാത്രി തകർന്നത്. ഇപ്പോൾ മലക്കപ്പാറ റൂട്ടിൽ സർവീസ് ബസ്സുകൾ ഒഴിച്ചുള്ള എല്ലാ വാഹന ഗതാഗതവും നിലച്ചിരിക്കുകയാണ്. ചാലക്കുടിയിൽ നിന്നും വാഴച്ചാൽ വരെയാണ് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കടത്തിവിടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയും. KSRTC അടക്കം സ്വകാര്യ ബസ്സുകൾ കുമ്മാട്ടിയിൽ വെച്ച് യാത്രക്കാരെ ഇറക്കി സർവീസ് നടത്തുകയാണ്. പഴയ കലുങ്ക് ബലപ്പെടുത്തിയാലും എത്രനാൾ ഇതിനെ ആശ്രയിച്ച് വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയുമെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. കാലവർഷത്തിൽ അതിശക്തമായ കുത്തൊഴുക്കുണ്ടായാൽ കലുങ്കിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു. TCV ചാലക്കുടി. ചാലക്കുടി കോടതി ജംഗ്ഷനിലെ അടിപ്പാതയും സർവീസ് റോഡുകളും വീതി കൂട്ടുന്നതിന് മുന്നോടിയായി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗ തീരുമാനപ്രകാരമാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. ദേശീയപാത അധികൃതരുടെ അനുമതി ലഭിച്ചാൽ പ്രവൃത്തികൾക്ക് നഗരസഭ സഹായങ്ങൾ നൽകുമെന്ന് ചെയർപേഴ്സൺ ആലീസ് ഷിബു അറിയിച്ചു. സർവീസ് റോഡിൽ സിഗ്നൽ സ്ഥാപിക്കൽ, വൺ വേ ഏർപ്പെടുത്തൽ എന്നീ നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു. വൈസ് ചെയർമാൻ KV പോൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആനി പോൾ, ജിയോ കിഴക്കുംതല, ഷിഫ സന്തോഷ്, ലിജി ജോജി, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ, ജിൽ ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. പാവർട്ടിയിൽ ഭീമമായ കൂലി വർധന ആവശ്യപ്പെട്ട് അതിഥി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് മിനിമം കൂലി നിശ്ചയിച്ചു. ലേബർ ഓഫീസർ, പോലീസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കരാറുകാർ, തൊഴിലുടമകൾ എന്നിവർ ഉൾപ്പെട്ട യോഗത്തിലാണ് മിനിമം കൂലി ധാരണയായത്. കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളികളും കരാറുകാരും തമ്മിൽ കൂലി സംബന്ധിച്ച് തർക്കം സംഘർഷാവസ്ഥയിലെത്തിയത് TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. നിർമ്മാണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് 1100 രൂപയും ഹെൽപ്പർക്ക് 950 രൂപയും നൽകാനാണ് ധാരണയായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ പറഞ്ഞു. ആളുകൾ കുറവുണ്ട് എന്നുള്ളതിന്റെ മുതലെടുത്തുകൊണ്ട് 1200, 1400, 1600 വരെ ചില ദിവസങ്ങളിലൂടെ കൂലി പറയുന്ന അവസ്ഥയാണുള്ളത്. വളരെ കുറച്ച് ആളുകളാണ് ഇവരെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇത് കാരണം ഇവിടെയുള്ള ബിൽഡിംഗ് പണി നടത്തുന്ന കോൺട്രാക്ടേഴ്സിനും മറ്റൊക്കെ വലിയ ബാധ്യതയാണ് ഇത് പറ്റിയിരിക്കുന്നത്. ഒരിക്കലും കൂലി കൊടുത്ത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. മൊത്തത്തിൽ എല്ലാവർക്കും അത് സാമ്പത്തികമായിട്ട് ഇപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് ഇങ്ങനെ കൂലി കൂടുന്നത് നിർമ്മാണ മേഖലയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കാൻ സാധിക്കും. ഇതിൽ കൂടുതൽ കൂലി തൊഴിലുടമകൾ നൽകരുതെന്ന് യോഗം അഭ്യർത്ഥിച്ചു. നിശ്ചയിച്ച മിനിമം കൂലി ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും എഴുതി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കരാറുകാരുടെ നേതൃത്വത്തിൽ ബോർഡുകൾ സ്ഥാപിക്കാനും തീരുമാനമായി.
നിർമ്മാണ മേഖലയിൽ വിദഗ്ധ തൊഴിലാളികൾക്ക് 935 രൂപയും ഹെൽപ്പർക്ക് 845 രൂപയുമാണ് സർക്കാർ നിശ്ചയിച്ച കൂലിയെന്ന് ലേബർ ഓഫീസർ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിന് നാട്ടിൽ പോയി തിരിച്ചെത്തിയ അതിഥി തൊഴിലാളികൾ പൊടുന്നനെ കൂലി 1400 മുതൽ 1600 വരെ ആവശ്യപ്പെട്ട് സമരം നടത്തുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവുമായി നിർമ്മാണ മേഖലയിലെ കരാറുകാരും എഞ്ചിനീയർമാരും തൊഴിലുടമകളും രംഗത്തെത്തിയതോടെ സംഘർഷാവസ്ഥ സംജാതമായിരുന്നു. നിർമ്മാണ മേഖല സാമഗ്രികളുടെ വിലക്കയറ്റം മൂലം തളർച്ചയിലാണെന്നും ഭീമമായ കൂലിവർധന കൂടി ഈ സാഹചര്യത്തിൽ താങ്ങാൻ കഴിയില്ലെന്നും കരാറുകാർ വ്യക്തമാക്കി. പ്രതിഷേധം ശക്തമായതോടെയാണ് പാവർട്ടി പഞ്ചായത്ത് ഈ വിഷയത്തിൽ ഇടപെട്ടത്. പാവർട്ടി പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV പാവർട്ടി. പൊളിച്ചിട്ട റോഡ് കട്ട വിരിക്കാതെ അധികൃതരുടെ അനാസ്ഥ. ആലേങ്ങാട് ഭരത ചെമ്പങ്കണ്ടം റോഡിൽ യാത്രാ ദുരിതം. മഴ പെയ്ത് റോഡ് വെള്ളക്കെട്ടിലായതോടെ സമീപത്തെ വീടുകളിലേക്ക് കടക്കാനോ വാഹനങ്ങൾക്ക് പോകാനോ കഴിയാത്ത അവസ്ഥയാണ്. രണ്ടര മാസം മുൻപ് റോഡിൽ വിരിച്ച ഗുണനിലവാരമില്ലാത്ത കട്ട പൊളിച്ചുമാറ്റി പുതിയത് വിരിക്കൽ പാതി വഴിയിൽ മുടങ്ങിയതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. പണി നടക്കുന്ന ഭാഗത്ത് കാനകളില്ലാത്തതും വെള്ളക്കെട്ട് രൂക്ഷമാക്കി. കട്ടകൾ മാറ്റിയ ഭാഗത്തെ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത് വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാകുന്നുണ്ട്. ആഴ്ചകളായി ഈ സ്ഥിതിക്ക് മാറ്റമില്ല. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പഴയ കട്ടകൾ മാറ്റി പുതിയവ ഇറക്കിയിട്ടുണ്ടെങ്കിലും കരാറുകാരൻ പണി തുടങ്ങിയിട്ടില്ല. വേനൽ മഴ ശക്തമായതോടെ റോഡിലൂടെ യാത്ര ചെയ്യാനാകാത്ത സ്ഥിതിയാണ്. ചെളിയും വെള്ളവും കുഴികളിൽ നിറഞ്ഞതോടെ റോഡിൽ അപകടങ്ങളും വർദ്ധിച്ചു. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ റോഡ് വെള്ളത്തിനടിയിലായി. ഭരത റോഡിന്റെ കയറ്റമുള്ള ഭാഗം പതിവായി തകരുന്നതിനാൽ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. റോഡിന്റെ വശം ഒരടിയോളം താഴ്ചയുള്ളതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വലിയ വാഹനങ്ങൾക്ക് വശം ഒഴിഞ്ഞുകൊടുക്കാൻ ഇരുചക്ര വാഹനങ്ങൾക്കും സാധിക്കാത്ത സ്ഥിതിയാണ്. ഗതികെട്ട് നാട്ടുകാർ തന്നെ റോഡിന്റെ വശങ്ങൾ മണ്ണിട്ട് നികത്തി. ഉയർന്ന ഭാഗത്തു നിന്നും റോഡിലേക്ക് എത്തുന്ന വെള്ളം ശാസ്ത്രീയമായി ഒഴുക്കാൻ ഇവിടെ സംവിധാനമില്ല. ആലേങ്ങാട് ഭരത റോഡ് ശാസ്ത്രീയമായി പണി പൂർത്തിയാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. കഥകളി അരങ്ങിലെ വേഷപ്പകർച്ചയുടെ ആശാൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയുടെ 89ാം പിറന്നാൾ ആഘോഷിച്ചു. പേരാമംഗലം ഗുരുകൃപ കലാക്ഷേത്രത്തിൽ നടന്ന പിറന്നാൾ ആഘോഷം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. ഗുരുഗോവിന്ദ പുരസ്കാരം കലാമണ്ഡലം അരുൺ വാര്യർക്ക് കലാമണ്ഡലം ഗോപി ആശാൻ സമ്മാനിച്ചു. സേവർ ചിറ്റലപ്പള്ളി MLA, ജയരാജ് ഗുരുകൃപ, രഘു ഗുരുകൃപ, മിനി ബാനർജി തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറൽ ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന്. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കോർപ്പറേഷൻ കുട്ടൻകുളങ്ങര ഡിവിഷൻ ഹരിനഗറിൽ വെള്ളത്തിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി സ്വകാര്യ വ്യക്തി കാനിയിൽ കോൺക്രീറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത് കോർപ്പറേഷന്റെയും ഹരിനഗർ നിവാസികളുടെയും നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റി. കാനിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തപ്പോൾ അതിരൂക്ഷമായ വെള്ളക്കെട്ട് ഹരിനഗറിൽ അനുഭവപ്പെട്ടിരുന്നു. മഴവെള്ളത്തിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി കാനിയിൽ സ്വകാര്യ വ്യക്തി തടസ്സങ്ങൾ നിർമ്മിച്ചതിനെ തുടർന്ന് കൗൺസിലർ അഞ്ജലി രാഗേഷിന്റെയും നാട്ടുകാരുടെയും പരാതിയെ തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടീന മേരി നോട്ടീസ് നൽകാൻ വന്നപ്പോൾ
ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തി നോട്ടീസ് കീറിക്കളഞ്ഞ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ജോലി തടസ്സപ്പെടുത്തി. കാനയിലെ തടസ്സങ്ങൾ മാറ്റാൻ സ്വകാര്യ വ്യക്തിയോട് വീണ്ടും ആവശ്യപ്പെട്ടെങ്കിലും തടസ്സങ്ങൾ മാറ്റാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, പൊതുമരാമത്ത് ചെയർമാൻ TR സന്തോഷ്, കൗൺസിലർ അഞ്ജലി രാഗേഷ്, ഹരിനഗർ നിവാസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ തടസ്സങ്ങൾ പൊടിച്ചുമാറ്റിയത്. മഴവെള്ളത്തിന്റെ സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനവും അടിയന്തരമായി പൊളിച്ചുമാറ്റുമെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് പറഞ്ഞു. തൃശൂർ നഗരത്തിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ദയ ആശുപത്രിക്ക് സമീപമാണ് അപകടം. നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ചോർന്ന ഡീസൽ ഫയർഫോഴ്സ് എത്തി വെള്ളമൊഴിച്ച് നീക്കം ചെയ്തു. വടക്കാഞ്ചേരി അകമലയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. സ്വകാര്യ ബസ്സും ബൈക്കും പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് യാത്രക്കാരെ ഇറക്കാനായി സ്വകാര്യ ബസ് നിർത്തിയതാണ് അപകടത്തിന് കാരണമായത്. ബസ് അപ്രതീക്ഷിതമായ റോഡിന് നടുവിൽ നിർത്തിയതോടെ തൊട്ടു പിന്നിൽ വന്നിരുന്ന ഇരുചക്രവാഹനം ബസിന്റെ പിൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇതേസമയം തന്നെ ബൈക്കിന് തൊട്ടുപുറകിലുണ്ടായിരുന്ന പിക്കപ്പ് വാൻ ബൈക്കിന് പിന്നിലിടിച്ചു. വടക്കാഞ്ചേരി പോലീസ് സംഭവസ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പുത്തൂർ പള്ളിക്ക് സമീപം കാറുകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ഒരു കാർ കാനയിലേക്ക് മറിഞ്ഞു. കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കൊൽക്കത്ത സ്വദേശി സോഹുൽ, മോഷണ മുതൽ വാങ്ങിയ തിരുനെൽവേലി സ്വദേശി ആദിയപ്പൻ എന്നിവരെയാണ് ഒല്ലൂർ പോലീസും സാഗോഗ് ടീം ചേർന്ന് പിടികൂടിയത്. ഈ മാസം 18-നായിരുന്നു കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രം, പല്ലുദേവർ മഹാദേവ് വിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണം നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച രാജൻ പല്ലൻ MLA വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് പര്യടനം നടത്തി. നെല്ലങ്കര ആൽ ജംഗ്ഷൻ, കുന്നത്തുങ്കര, മണ്ണുത്തി, മുക്കാട്ടുകര, കാളത്തോട്, പറവട്ടാനി, നെട്ടിശ്ശേരി ആൽ പരിസരം, കൃഷ്ണാപുരം എന്നിവിടങ്ങളിലായിരുന്നു പര്യടനം. വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് ബഷീർ അഹമ്മദ്, കൗൺസിലർമാരായ ശ്യാമള വേണുഗോപാൽ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ അധ്യാപികയുടെ 3 ലക്ഷം രൂപ വില വന്നിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ 73കാരി അറസ്റ്റിലായി. മുണ്ടൂർ സ്വദേശിനി സുകുമാരിയാണ് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എളവള്ളി കാക്കശ്ശേരി സ്വദേശിനി ശോഭനയുടെ സ്വർണ്ണാഭരണങ്ങളടങ്ങിയ ബാഗാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. 17 ഗ്രാം തൂക്കം വരുന്ന വള, 4 ഗ്രാം തൂക്കം വരുന്ന ഒരു ജോഡി കമ്മൽ, പാൻ കാർഡ്, 3 ഡെബിറ്റ് കാർഡുകൾ, ആധാർ കാർഡ്, പച്ചക്കല്ല് പതിച്ച ഒരു ചെമ്പ് മോതിരം, 20,000 രൂപ എന്നിവയടങ്ങിയ ഹാൻഡ് ബാഗാണ് പ്രതി മോഷ്ടിച്ചത്. IMA മെഡിക്കൽ സ്റ്റുഡൻസ് നെറ്റ്വർക്ക് കേരളം സംഘടിപ്പിച്ച ദേശീയ മെഡിക്കൽ ക്വിസ് മത്സരത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം നേടി. തൃശൂർ മെഡിക്കൽ കോളേജിലെ 43-ാം ബാച്ച് MBBS വിദ്യാർത്ഥികളായ നദീബ് അഹമ്മദ്, രോഹൻ RS, ലുക്മാൻ സഗീർ എന്നിവരടങ്ങിയ ടീമാണ് നേട്ടം കൈവരിച്ചത്. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ കേരള മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥൻ, IMA കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ, തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ഇന്ദു എന്നിവർ വിജയികളെ അനുമോദിച്ചു. തൃശൂർ പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള ഭജനോത്സവം തുടരുന്നു. 4ാം ദിനമായ തിങ്കളാഴ്ച സവിത ശ്രീരാം ചെന്നൈയുടെ നേതൃത്വത്തിൽ നാമസങ്കീർത്തനം അരങ്ങേറി. മെയ് 22 മുതൽ 26 വരെയാണ് പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി ഭജനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടനല്ലൂർ സ്വദേശിനിയുടെ വീട്ടിൽ നിന്നും സാനിറ്ററി സാധനങ്ങൾ മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ അമർ മണ്ഡൽ, ആസാദ് മണ്ഡൽ എന്നിവരെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കുഴൂർ കുണ്ടൂരിൽ ഓടുമേഞ്ഞ വീട് തകർന്നു വീണു. കണിയംകാട്ടിൽ ശാന്തിയുടെ വീടാണ് തകർന്നത്. അപകട സമയത്ത് ശാന്തയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MA ജോജോ സ്ഥലം സന്ദർശിച്ചു.
ഇനി വാണിജ്യം. സിനിമാ താരം അശ്വതി ചന്ദ് കിഷോർ ദമ്പതികളുടെ ഏറ്റവും പുതിയ സംരംഭമായ കലോപ്സിയ പ്രൊഡക്ഷൻസ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിക്ക് സമീപം പാലക്കൽ അങ്ങാടിയിലെ മേനാച്ചേരി ബിൽഡിംഗിലാണ് കലോപ്സിയ പ്രൊഡക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചത്. സായി മീഡിയ എന്റർടൈൻമെന്റ്സിന്റെ ഫൗണ്ടറും ക്രിയേറ്റീവ് ഡയറക്ടറുമായ സായി വിഷ്ണു, കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ വിനോദ്, സ്കൂൾ ഓഫ് ഡ്രാമ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് രമണൻ, ഡയറക്ടർ രാഹുൽ രാജ് എന്നിവരും അശ്വതി കിഷോർ ദമ്പതികളുടെ കുടുംബാംഗങ്ങളും ചേർന്ന് തിരിതെളിയിച്ചു. പരസ്യ നിർമ്മാണ രംഗത്ത് 10 വർഷത്തിലേറെ പരിചയസമ്പത്തുള്ള സായി മീഡിയ എന്റർടൈൻമെന്റ്സിനൊപ്പം കൈകോർത്താണ് കലോപ്സിയയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ഷൂട്ടിംഗ് ഫ്ലോർ, പോഡ്കാസ്റ്റിംഗ് ഷൂട്ടിംഗ് സെക്ഷൻ, മോഡേൺ ഫോട്ടോഗ്രാഫി, ബ്രാൻഡിംഗ് മേഖലയ്ക്ക് അനുയോജ്യമായ മാർക്കറ്റിംഗ് സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി മീഡിയ പ്രൊഡക്ഷൻ രംഗത്ത് വ്യത്യസ്തമായ സാന്നിധ്യമായി മാറുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. മലയാള ചലച്ചിത്ര രംഗത്തെ നിരവധി പരിചയസമ്പന്നരായ കലാകാരന്മാരുടെ പിന്തുണയോടെയാണ് കലോപ്സിയ പ്രൊഡക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചത്. ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്നതിലുപരി ഏറ്റെടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും സൃഷ്ടിപരമായ മികവും വ്യക്തിമുദ്രയും പതിപ്പിക്കുകയാണ് കലോപ്സിയയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9744998828 അല്ലെങ്കിൽ 8848950408 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,610 രൂപ, പവന് 1,16,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനജീവിതത്തിന് ആഘാതമേൽപ്പിച്ച് വീണ്ടും ഇന്ധനവില വർധന. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസൽ ലിറ്ററിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ വില കൂട്ടുന്നത് 4ാം തവണ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താൻ VIP ദർശനം നടത്തിയെന്ന പ്രചരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്. തന്റെ കൂടെ ഉണ്ടായത് 4 പേർ മാത്രമാണെന്ന് മുഖ്യമന്ത്രി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ റിപ്പോർട്ട് തേടിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം നൽകാൻ DGPക്ക് നിർദ്ദേശം. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗത നിയന്ത്രണം തുടരുന്നു. കഴിഞ്ഞ ദിവസം തകർന്ന കലുങ്കിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങി. ഒരാഴ്ചയ്ക്കകം ഗതാഗതം പുനഃസ്ഥാപിക്കും. പാവർട്ടിയിൽ അതിഥി തൊഴിലാളികൾ നടത്തുന്ന സമരത്തിൽ പഞ്ചായത്ത് ഇടപെട്ട് മിനിമം കൂലി നിശ്ചയിച്ചു. നിർമ്മാണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികൾക്ക് 1,200 രൂപയും ഹെൽപ്പർക്ക് 950 രൂപയും നൽകാനാണ് ധാരണ. പൊളിച്ചിട്ട റോഡ് കട്ട വിരിക്കാതെ അധികൃതരുടെ അനാസ്ഥ. ആലയങ്ങാട് ഭരത ചെമ്പങ്കണ്ടം റോഡിൽ യാത്രാ ദുരിതം. മഴ പെയ്ത് റോഡ് വെള്ളക്കെട്ടിലായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.